വചനം 15. വാക്കർത്ഥം. ഇന്നാ അർസൽന, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു, ഇലൈക്കും, നിങ്ങളിലേക്ക്, റസൂലൻ, ഒരു റസൂലിനെ, ദൂതനെ, ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷിയായ, കമാ അർസൽന, നാം അയച്ചതുപോലെ, ഇലാ ഫിർഔന, ഫിർഔനിൻ്റെ അടുക്കലേക്ക്, റസൂലൻ, ഒരു റസൂലിനെ. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ജനങ്ങളെ, നിശ്ചയമായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ നാം അയച്ചതുപോലെ തന്നെ. വചനം 16. വാക്കർത്ഥം. ഫഅസ്വ, എന്നിട്ട് അനുസരണക്കേട് ചെയ്തു, എതിര് പ്രവർത്തിച്ചു, ഫിർഔനു, ഫിർഔൻ, അർ റസൂല, റസൂലിനോട്. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു, അഖ്ദൻ, ഒരു പിടുത്തം, വബീല, കടുത്ത, ശക്തമായ. فعصى فرعون الرسول فأخذناه أخذا وبيلا. എന്നിട്ട് ഫിർഔൻ ആ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തതായ ഒരു പിടുത്തം പിടിച്ചു, ശിക്ഷിച്ചു. വചനം 15 മുതൽ 16 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഏതു നിലയ്ക്കും നിങ്ങളെക്കാൾ വമ്പിച്ച ശക്തിയും യോഗ്യതയും സ്വാധീനവുമെല്ലാം ഉണ്ടായിരുന്ന ഫിർഔനും അവൻ്റെ ആൾക്കാരും റസൂലിനെ അനുസരിക്കായിക നിമിത്തം അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടല്ലോ. അപ്പോൾ ഇഹത്തിൽ വെച്ചുതന്നെ നിങ്ങളെ ശിക്ഷിക്കുവാൻ അല്ലാഹുവിന് ഒരു പ്രയാസവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് താൽപ്പര്യം. ഇനി ഐഹിക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ തന്നെ ഖിയാമത്ത് നാളിൽ പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ മോചനം ലഭിക്കുവാനാണ് എന്ന് അടുത്ത വചനത്തിൽ അല്ലാഹു അവരോട് ചോദിക്കുന്നു.